ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മേരി ജോസഫ് യൂട്യൂബ് ചാനൽ. ഇന്ന് പുൽമേടയിൽ കെട്ടി, പക്ഷേ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആകുമ്പം അവർക്ക് ഡീഹൈഡ്രേഷൻ വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് വെള്ളം കൊടുത്തതിന് ശേഷം തണൽ ഭാഗത്തേക്ക് മാറ്റി കെട്ടുക. മനുഷ്യർ മാത്രമല്ല, എല്ലാ മൃഗങ്ങൾക്കും ഡീഹൈഡ്രേഷനും കാര്യങ്ങളും. മതിയാ, കുടിക്കൂ കുട്ടി, കുടിക്കൂ. എന്തേ ചോറുണ്ട്, പിണ്ണാക്കുണ്ട്. ഓഹോ, മകനവിടെ വെപ്രാളം. മതിയാ, മകന് കൊടുക്കാനാ പറയുന്നത്. ഇപ്പം നോക്കിയോ മകൻ്റെ കുടി. എൻ്റെ തമ്പാനേ, അവൻ പാല് മാത്രം കുടിക്കുള്ളായിരുന്നു. ഇപ്പം അവൻ ചൂടത്തൊക്കെ കെട്ടാൻ തുടങ്ങിയതോടെ അവൻ വെള്ളം കുടിയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും ഈ മദ്യപിക്കുന്നവർക്ക് മദ്യം കിട്ടാതെ വരുമ്പോഴുള്ള വിത്ഡ്രോവൽ സിൻഡ്രോം പോലെയാണ് ഇവൻ കളിക്കുന്നത്. എങ്ങനെയും ഇടിച്ച് പറിച്ച് പാല് കുടിക്കാതെ അവൻ കിടക്കൂല ദിവസവും. തിന്നടാ. അത് ചോറും പിണ്ണാക്കും കൂടെ അങ്ങ് തിന്നടാ. നീ തടി വെക്കട്ടടാ. തിന്നടാ അങ്ങോട്ട്. നാളെ വെള്ളം കൊണ്ടുവന്നൊരു പാത്രം ഞാൻ ഇവിടെ വെച്ച് മിസ്സായെന്ന് തോന്നുന്നു. അമ്മ അധികം വെള്ളം കുടിച്ചില്ല. അവൾ രാവിലെ കുടിച്ചിരുന്നു. രാവിലെ ഇവൻ കുടിച്ചിരുന്നില്ല. അതുകൊണ്ടാണ്, ഇവൻ പാലല്ലേ കുടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവനിപ്പം ദാഹം. പിന്നെ ഇങ്ങനെയല്ല ട്രെയിനിങ്ങും കൊടുക്കാൻ പറ്റുള്ളൂ. ഇവനെ വീനിങ് ഒന്നും നടക്കുന്ന കാര്യമല്ല. മാക്സിമം ശ്രമിക്കുന്നു. പക്ഷേ അവന് പാല് കിട്ടാതെ വരുമ്പോൾ ഉള്ള ആ ഒരു വിത്ഡ്രോവൽ സിൻഡ്രോമേ ചെറുതല്ല. എല്ലാവരും പറയുന്നത് ഇതിനെ കൊടുത്താൽ കൊല്ലാൻ കൊണ്ടുപോകും. വളർത്താനെന്നും പറഞ്ഞ് മേടിച്ചാലും അവർ കൊണ്ട് കൊല്ലാൻ കൊടുക്കും. അതുകൊണ്ട് മാക്സിമം എന്നെ കൊണ്ടാകാവുന്നത്രോ ഇവനെ സഹിക്കും. അത് കഴിഞ്ഞ് എന്താണെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. അല്ലേടാ മഹി? പിള്ളേരൊക്കെ വിളിക്കുന്ന മഘി മഘി എന്നാണ്. തീർത്താ മിടുക്കൻ? തീർത്തെടുത്തു. അപ്പോൾ വെയിലത്തുനിന്ന് സൺലൈറ്റ് ഇന്ന് മാറ്റിക്കെട്ടാട്ടോ. രണ്ടുപേർക്കും സൺലൈറ്റ് മോശമല്ലേ? ഇപ്പം ചൂട് കാലമല്ലേ. അപ്പം സൺലൈറ്റ് ഇല്ലാത്തടത്തോട്ട് കെട്ടാം. ഓക്കെ.